AFUPC നടത്തിവരുന്ന വചന പ്രഭാഷണ പരമ്പരകളിലൂടെ ഒരു പ്രാവശ്യം നമുക്ക് സന്ധിക്കുവാനായി സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം തിരുവെഴുത്തിലെ തിരുസഭ എന്നുള്ളതാണ്. The Church of God in Holy Scripture. ക്രൈസ്തവ സഭ എന്ന പേരിൽ അറിയപ്പെടുന്ന അനേക വിഭാഗങ്ങൾ ലോകത്തിലുണ്ട്. ഓരോരുത്തരും അവരവരായിരിക്കുന്ന സഭയാണ് സത്യസഭ എന്ന് അവകാശപ്പെടുന്നു. നിഷ്പക്ഷമായി വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലാണ് ഓരോ വിഭാഗത്തിന്റെയും വക്താക്കൾ സംസാരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു സത്യ അന്വേഷിക്ക് എപ്രകാരം യഥാർത്ഥ ക്രിസ്തീയ സഭ ഏത് എന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും? സഭാചരിത്രം പഠിക്കാമെന്ന് കരുതിയാൽ ഓരോ സമൂഹവും നമുക്ക് തരുന്ന ചരിത്രങ്ങളിൽ വ്യത്യസ്തതകളുണ്ട്, അവ വിഭിന്നങ്ങളാണ്. എന്നിരുന്നാലും സത്യാന്വേഷകർക്ക് പ്രത്യാശയുടെ തിരിനാളം അണഞ്ഞു പോകുന്നില്ല. കാരണം സഭയുടെ ഉൽപ്പത്തി, വളർച്ച, ഉപദേശം, അംഗത്വത്തിനുള്ള യോഗ്യത, ജീവിതരീതി എന്നിവ വ്യക്തമായി തന്നെ സഭയുടെ ജീവനാഥൻ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദിമ സഭ എപ്രകാരമായിരുന്നുവോ അപ്രകാരം ഇന്നും ആയിരിക്കുന്ന സഭയുണ്ടോ? അതാണ്, ഉണ്ടെങ്കിൽ അതാണ് ക്രിസ്തീയ സഭ. ആദിമ സഭയുടെ നടപടികളിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ഒരു നവീന ആശയം ആരെങ്കിലും പഠിപ്പിച്ചാൽ അങ്ങനെ പഠിപ്പിക്കുന്നവനും ഉൾപ്പെടുന്ന സമൂഹവും ശപിക്കപ്പെട്ടത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നത്. ആയതിനാൽ ആദിമ സഭ എപ്രകാരമായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്ന് അത്തരത്തിലുള്ള സഭ നിലവിൽ ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കുവാനും കണ്ടെത്തുവാനും കഴിയും. സഭ എന്ന പദം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നുണ്ട്. പഴയ നിയമത്തിന്റെ മൂലഭാഷയായ എബ്രായ ഭാഷയിൽ കാഹൽ എന്ന പദവും പുതിയ നിയമത്തിന്റെ മൂലഭാഷ ഗ്രീക്കിൽ എക്ലേസിയ എന്ന പദവുമാണ് സഭ എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ വിളിച്ചുകൂടുന്ന ഗണത്തെ വിശേഷിപ്പിക്കുന്നതാണ് മേൽപ്പറഞ്ഞ 2 പദങ്ങളും. പുറപ്പാട് 12:3, 16:9, 35:4, യോശുവ 22:17, 1 ദിനവൃത്താന്തം 23:8, മീക 2:5 എന്നീ വേദഭാഗങ്ങളിലും മറ്റു പല വേദഭാഗങ്ങൾ തന്നെ സഭ എന്ന പദം പഴയ നിയമത്തിൽ കാണാവുന്നതാണ്. ക്രിസ്തീയ സഭ എന്നത് യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും ദൈവത്തിനായ യേശുക്രിസ്തു മൂലം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. 1 കൊരിന്ത്യർ 12:13 ഈ ആശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഈ സഭയുടെ ഉടമസ്ഥൻ ദൈവവും മുടക്കു മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തവുമാണ്. അപ്പോസ്തല പ്രവൃത്തി 20:20 നമുക്ക് ഈ ആശയം ദർശിക്കുവാൻ കഴിയും. മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചവൻ മാത്രമാണ് ഇതിലെ അംഗങ്ങൾ. നമ്മുടെ പലരുടെയും പേര് പല സഭകളുടെ രജിസ്റ്ററിനകത്തുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം തന്റെ തിരുസഭയിൽ അംഗമായി ഒരുവനെ കണക്കാക്കുന്നത് അവൻ മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചെങ്കിൽ മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയിൽ ചേർക്കുവാൻ മനുഷ്യർക്ക് ആർക്കും അധികാരമില്ല. അത് ദൈവത്തിന് മാത്രം നിക്ഷിപ്തമായ കാര്യമാണ്. അതിന്റെ വ്യവസ്ഥ, യോഗ്യത എന്നുള്ളത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. പാപത്തോട് യാത്ര പറഞ്ഞവരും യേശു ക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരും മാത്രമാണ് ക്രിസ്തു സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 22 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ ആശയങ്ങൾ വ്യക്തമാകും. ഏതെങ്കിലും ഒരു സഭയിൽ നമ്മുടെ പേര് അത് രജിസ്റ്ററിൽ കണ്ടേക്കാം. എന്നാൽ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ല എങ്കിൽ വചനം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തതിനാൽ അവനെ തീപ്പൊയിലേക്ക് വലിച്ചെറിയും. കർത്താവായ യേശു ക്രിസ്തു തലയായിരിക്കുന്നതും യേശുവിന്റെ ശരീരമായതുമാണ് യഥാർത്ഥ ക്രിസ്തീയ സഭ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം, എഫേസ്യർ 1:23 ഈ ആശയങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. തലയെ മുറുകെ പിടിക്കാതെ മറ്റാരെങ്കിലുമൊക്കെ മുറുകെ പിടിക്കുന്ന വ്യക്തികൾക്ക് ദൈവസഭയിൽ പങ്കാളിത്തമില്ല. ക്രിസ്തു മാത്രം രക്ഷകൻ, ക്രിസ്തു മാത്രം മധ്യസ്ഥൻ, ക്രിസ്തു മാത്രം വഴി എന്നിരിക്കെ ക്രിസ്തു എന്ന തലയിൽ നിന്ന് വേർതിരിഞ്ഞു പോയി മറ്റു പലതിനെയൊക്കെയും തലയാക്കി സ്വീകരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എന്നാൽ പറയട്ടെ, തലയെ മുറുകെ പിടിക്കാത്തവന് ദൈവസഭയുടെ ഒരു ബന്ധവുമില്ല. വചനം പറയുന്നത്, അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിരുദ് തെറ്റിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. കൊലോസ്യർ 2:16 മുതൽ 19 വാക്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഭാഗം കാണാൻ കഴിയും. അവിടെ പ്രത്യേകം പറയുന്ന കാര്യം ഇതാണ്: തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും വിരുദ് തെറ്റിക്കരുത്. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലയിൽ നിന്ന് മാത്രമാണ്. ആ തലയെ പിടിക്കുന്നതിന് പകരം മറ്റു പലതും രക്ഷകനായിട്ടും രക്ഷാമാർഗമായിട്ടും ദൈവത്തോട് അടുക്കുവാനുള്ള വഴിയായിട്ടും മധ്യസ്ഥനായിട്ടും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആദിമ സഭയുടെ ഉപദേശത്തിൽ നിന്ന്
നമ്മൾ വഴിമാറി പോവുകയാണ്. കാരണം വചനം പറയുന്നു, അപ്പോസ്തലൻ പ്രവൃത്തി 4:12 മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല. യേശു തന്നെ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടും മറ്റു പല വഴികളിലൂടെയും പിതാവിന്റെ അടുക്കിലേക്ക് എത്തിക്കാമെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളെ ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറവിലിയായി തന്നെത്താൻ കൊടുത്ത ക്രിസ്തുയേശു തന്നെ. ആദിമസഭ പഠിപ്പിച്ചത് അങ്ങനെയാണ്, ആദിമ പിതാക്കന്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അത് വിട്ടിട്ടുള്ളതായ മധ്യസ്ഥന്മാർ, അത് വിട്ടിട്ടുള്ളതായ മാർഗങ്ങൾ, വഴികൾ ഒന്നും ദൈവികമല്ലെന്ന കാര്യം, തിരുവചനത്തിൽ അങ്ങനെ സംഭവം പറയുന്നില്ലെന്ന കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞാലും നന്നായിരുന്നു. മാത്രമല്ല, ക്രൈസ്തവർ തമ്മിൽ കലഹിക്കരുത്. ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നമുളവായാൽ സഭയ്ക്കകത്ത് തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് വചനം പറയുന്നു. മത്തായി 18:15 മുതൽ 17 വരെയും 1 കൊരിന്ത്യർ 6:4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ക്രൈസ്തവർ തമ്മിലുള്ള ഐക്യത, സഭയിലെ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യത വേണം, സ്നേഹബന്ധത്തിൽ തുടരണമെന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്നത് ക്രൈസ്തവർ തമ്മിലുള്ള കേസുകൾ കോടതികളിലേറെയാണ്. ക്രൈസ്തവനും അക്രൈസ്തവനും തമ്മിലല്ല, ക്രൈസ്തവർ തമ്മിലുള്ള, ഒരേ വിഭാഗങ്ങൾ തമ്മിലുള്ള കേസുകൾ ഇന്ന് കോടതികളിൽ ധാരാളമുണ്ട്. ഒരേ വിഭാഗങ്ങൾ തന്നെ തമ്മിലടിക്കുന്ന, മൃതശരീരത്തോട് പോലും അനാദരവ് കാണിക്കുന്ന നിലകളിലേക്ക് ക്രൈസ്തവ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. നിങ്ങൾ സഭയുടെ നാഥന്റെ പ്രമാണങ്ങൾക്ക് വെളിയിലാണ് സഭയുടെ നാഥന്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് നാഥന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ഒരു ആഹ്വാനം നൽകുകയാണ്. കൊരിന്ത്യ സഭയിൽ ഭിന്നത വെളിപ്പെട്ടപ്പോൾ പൗലോസ് അതിനെ ശാസിച്ചു. 1 കൊരിന്ത്യർ 11:8 വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സഭകളിൽ കാണുന്നത് എന്താ? അധികാര കസേരയ്ക്ക് വേണ്ടി, ദ്രവ്യ സമ്പാദനത്തിന് വേണ്ടി പ്രത്യേകം അധ്യക്ഷന്മാരെയും മേലധ്യക്ഷന്മാരെയും നിയോഗിച്ച് തമ്മിലടിക്കുന്നത് കാണുമ്പോൾ ഇവർ പിൻപറ്റുന്ന ക്രിസ്തു ഏത് എന്ന് സംശയിക്കേണ്ടിരിക്കുക. ഇവിടെ അധ്യക്ഷനും മേലധ്യക്ഷനാവാൻ കാട്ടിക്കൂട്ടുന്ന വിക്രസുകൾ എന്തൊക്കെയാണ്? ഗ്രൂപ്പിസവും ഗുണ്ടായിസവും പണസ്വാധീനവും ഒക്കെ ഇന്ന് ദൈവസഭകളിൽ വിളങ്ങുന്ന കാലഘട്ടമാണ്. ഒരിക്കൽ ദൈവാത്മാവിന്റെ ആധിപത്യത്തിൽ നിന്ന ദൈവസഭ ഇന്ന് ഏകാധിപത്യത്തിന്റെ കീഴിലേക്ക് ആക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. ചിലരത് പണാധിപത്യത്തിന്റെ കീഴിലാക്കുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. ദൈവസഭയിൽ നിന്ന് പണമുള്ളവൻ ഏതൊരു സ്ഥാനത്തും വരുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവസഭ അധപ്പതിക്കാൻ കാരണമായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകൾക്കും ആഹ്വാനങ്ങൾക്കും ചെവി കൊടുക്കാത്ത ഒരു സമൂഹമായി ദൈവസഭ, ക്രിസ്തീയ സഭ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ദൈവസഭ ഏതെന്ന് മനസ്സിലാക്കി ആ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുവാൻ സഭയുടെ നാഥൻ നമ്മേവരെയും ആഹ്വാനം ചെയ്യുന്നു. സഭയുടെ ഐക്യതയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിലേഖനം 2:1-2 വാക്യങ്ങളും യോഹന്നാൻ 11:51-52 വായിക്കുമ്പോൾ ദൈവസഭ, ക്രിസ്തു ശിഷ്യർ, ക്രിസ്തു ഭക്തർ ഒരുമിച്ച് നിൽക്കണമെന്ന് കാണുന്നു.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന യോഹന്നാൻ 17 വായിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ ക്രിസ്തു ശിഷ്യരും ഒന്നാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, സഭയുടെ നാഥൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും വിഘടിച്ചു നിൽക്കുവാനാണ് പലർക്കും താല്പര്യം. ആദിമസഭയിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ സഭായോഗവും അപ്പം നുറുക്കലും ഉപദേശവും ഉണ്ടായിരുന്നു. അങ്ങനെ കൂടിവരുന്ന കൂട്ടത്തിന് ലഭിച്ച വിളിപ്പേരാണ് ക്രിസ്ത്യാനികൾ എന്നത്. പ്രവൃത്തി 11:26 നമുക്ക് കാണുവാൻ കഴിയുന്നു. ആദിമസഭ കർത്താവിനെ ആരാധിക്കുന്നവരും ഉപവസിക്കുന്നവരുമായിരുന്നു. ആദിമ ക്രൈസ്തവ സഭയിലെ ജനം ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവശബ്ദം കേട്ട് ദൈവപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരായിരുന്നു. പ്രവൃത്തി 13:2 നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്നതിന് പകരം, കർത്താവിനെ നമസ്കരിക്കുന്നതിന് പകരം മറ്റു പലരെയും വണങ്ങുവാനും ആരാധിക്കുവാനും മറ്റു പലരോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ പഠിപ്പിക്കുന്ന കൂട്ടങ്ങളുണ്ട്. ഇതൊക്കെ ആദിമസഭയിലില്ലാത്ത കീഴ്വഴക്കങ്ങളാണ്. ഈ കൂട്ടരെങ്ങനെ ക്രിസ്ത്യാനികളാണ്? ആദിമസഭയിൽ അന്യഭാഷാ ഭാഷണം ഉണ്ടായിരുന്നു, പ്രവചനമുണ്ടായിരുന്നു, കൃപാവര ശുശ്രൂഷ ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 12:28, 14, 4, 5, 23 വാക്യങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള ശുശ്രൂഷകളെ വിമർശിക്കുന്നവർ, അതിനെ തള്ളി പറയുന്നവരൊക്കെ എങ്ങനെ ക്രൈസ്തവ സഭയുടെ ഭാഗമായി തീരും? ആദിമസഭയിൽ ഒരിക്കലും അതിലുള്ള അംഗങ്ങൾ ആത്മവരങ്ങളെ എതിർക്കുന്നവരല്ലായിരുന്നു, മറിച്ച് അവർ അതിനായി വാഞ്ചിക്കുന്നവരും ആത്മവരങ്ങൾ ഉള്ളവരുമായിരുന്നു. 1 കൊരിന്ത്യർ 14:12. എന്നാൽ ഇന്ന് അതിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരും പറഞ്ഞാൽ ക്രൈസ്തവരാണ്. എങ്ങനെ? ആദിമ ക്രൈസ്തവർ വചനം ഉള്ളതുപോലെ പഠിപ്പിക്കുന്നവരായിരുന്നു. 1 കൊരിന്ത്യർ 14:19. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ വചനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നവരായിരുന്നു. പ്രവൃത്തി 17:11. ദിനംതോറും വചനം പഠിപ്പിക്കുവാൻ അവർ ഉത്സുകരായിരുന്നു. പ്രവൃത്തി 19:9. ക്രൈസ്തവർ ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും മനുഷ്യനൃത്തങ്ങളായ പാരമ്പര്യത്തിലല്ല പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ തന്നെ നടക്കുകയും ചെയ്യുന്നവരായിരുന്നു. പ്രവൃത്തി 9:31. ക്രൈസ്തവർ അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇന്ന് ക്രൈസ്തവർ അഭിമാനിക്കുന്നവർ എന്ത് ചെയ്യുക? ആത്മീയ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞതിന്റെ കാരണം അവർ യഥാർത്ഥത്തിൽ വചനം പഠിക്കുന്നില്ല, അവർ യഥാർത്ഥത്തിൽ വചനം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുവാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചനത്തിലേക്ക് മടങ്ങി വരിക, ആദിമ സഭയുടെ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരിക, ആദിമ സഭയുടെ ഉപദേശങ്ങൾക്ക് മടങ്ങി വരിക. ആദിമ സഭ അനുഷ്ഠിച്ചിരുന്ന കാര്യങ്ങളിൽ മാത്രം നിലനിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. സഭാജനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകളും വിടുതലുകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി സഭകളിൽ പ്രസ്താവിക്കുന്ന പതിവുണ്ടായിരുന്നു. സങ്കീർത്തനം 22:22, എബ്രായർ 2:12. എന്നാൽ ഇന്നത്തെ പല സാക്ഷ്യങ്ങളും സ്വന്തം നാമമഹത്വത്തിന് വേണ്ടി പറയുന്നവരും പറയിപ്പിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവരുടെ വികാരരംഗമായി സഭ മാറിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും അത്ഭുത രോഗശാന്തികളും മറ്റു വീര്യപ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ക്ലിപ്സ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പല വേദികളിൽ മാറി മാറി പ്രത്യക്ഷപ്പെടുന്നത് ഒരേ ഒരു വ്യക്തിയായിരിക്കും.
വിടുതൽ പ്രാപിച്ചത് വ്യക്തിയുടെ സാക്ഷ്യം പറയുന്നു. ഈ അടുത്ത ദിവസം ഞാൻ അങ്ങനെ ചില ക്ലിപ്സ് കാണേണ്ടതായിട്ട് കർത്താവ് ഇത്തരത്തിലുള്ള പ്രവണതയെ നിരുത്സാഹപ്പെടുത്തുന്നവനായിരുന്നു. അവൻ അനേക രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇന്നും അവന്റെ നാമത്തിൽ അനേക രോഗികൾ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഇന്നും യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്. എന്നാൽ അത് ഇല്ലാത്ത ഒരു കാര്യം എന്നിലുണ്ട് എന്ന് തെളിയിച്ച് എന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ കാണിക്കുന്ന വിക്രികളായൊന്നും മാറരുത്. അതിലൂടെ എല്ലാം ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയവരേണം. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇത് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മാത്രമേ മഹത്വപ്പെടുത്താൻ പാടുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും ദൈവനാമം മാത്രം മഹത്വപ്പെടണം. നമ്മുടെ ഒരു പ്രവർത്തിലൂടെയും നമ്മുടെ സ്വന്തമായ നാമം മഹത്വപ്പെടുമാറുള്ള കാര്യങ്ങൾ ഇടവരരുത്. 1-6-19-20 വായിക്കുമ്പോൾ നമ്മുടെ ശരീരം വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് വചനം പറഞ്ഞു. ആദിമസഭയിലെ ദൈവജനം കഷ്ടതകളിൽ സഹിഷ്ണുതയുള്ളവരായിരുന്നു. ഇന്നത്തെ പോലെ നന്മയും അഭിവൃദ്ധിയും മാത്രം ലക്ഷ്യമാക്കി ഓടുന്ന സമൂഹമല്ലായിരുന്നു. കഷ്ടങ്ങളിലൂടെ അവർ ദൈവത്തെ സേവിച്ചു. കഷ്ടങ്ങളിൽ അവർ ദൈവത്തെ പിന്മാറാതെ അത് സഹിക്കുവാനിട വന്നു. 2 തെസ്സലോനിക്കർ 1:4 വായിക്കുന്നത് അവർ കഷ്ടതകളിൽ സഹിഷ്ണുതയുള്ളവരായിരുന്നു. പ്രവൃത്തി 16:5 വായിക്കുന്നു അവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. ഏതെങ്കിലും നന്മ കിട്ടുമ്പോൾ സ്തോത്രം പറയുന്ന, ഏതെങ്കിലും കാര്യങ്ങൾ മുടക്കം വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്ന സമൂഹമല്ലായിരുന്നു ദൈവസഭ. ആദിമ ദൈവസഭ മറിച്ച് അവർ വിശ്വാസത്തിൽ എന്തെല്ലാം സാക്കേണ്ടി വന്നാലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. കഷ്ടതയിലും മഹാദാരിദ്ര്യത്തിലും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കഴിയുന്നവരായിരുന്നു ആദിമസഭയിലെ വിശ്വാസികൾ. സമൃദ്ധിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊടുത്ത് ആ പേരുകൾ ഫോട്ടോസ് പത്രങ്ങളിൽ വരുവാൻ വെമ്പൽ കൊള്ളുന്നവരല്ലായിരുന്നവര്. മറിച്ച് മഹാകഷ്ടതയിലും മഹാദാരിദ്ര്യത്തിലുമായിരിക്കുമ്പോൾ തന്നെ അവർ ഔദാര്യം കാണിക്കുവാൻ ഉത്സാഹികളായിരുന്നു. 2 കൊരിന്ത്യർ 8:1-2 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിന്റെ മഹത്വവുമാകണം. സഭയുടെ വക്താക്കളായി തീർന്നുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ് ആദിമസഭയിലെ വിശ്വാസികൾ. 2 കൊരിന്ത്യർ 8:23 കാണുന്നു. നമ്മളും അതുപോലെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. വിശ്വാസികൾ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കുവാൻ പാടില്ല. റോമർ 2:23-24. എന്നാൽ ഇന്ന് സംഭവിക്കുന്നത് ക്രൈസ്തവർ എന്ന് പറയുന്നവർ കാണിച്ചു കൂട്ടുന്ന ദുഷ്പ്രവണതകൾ, ദുഷ്പ്രവർത്തികൾ, അതിലൂടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുകയല്ല, ദുഷിക്കപ്പെടുകയാണ് ചെയ്തത്. ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ ജീവിക്കുന്ന, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളുമായി, ക്രിസ്തു കാണിച്ചത് മാതൃകയുമായി യാതൊരു ഏകീഭാവവുമില്ലാതെ ജീവിക്കുന്ന, അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരം മാറി യാത്ര ചെയ്യുന്നവരെയാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഏറിയ കാണുന്നത്. ഒരു മടങ്ങി വരുക അനിവാര്യമാണെന്ന് സഭയുടെ നാഥൻ ഈ നിമിഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജനം, ക്രൈസ്തവ വിശ്വാസികൾ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പായവരും കറ, ചുളുക്കം, വാട്ടം എന്നിവ ഇല്ലാത്തവരും ശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. അതിനും കൂടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. 5:22 മുതൽ 27 വരെ വായിച്ചാൽ കാണാം. ദൈവസഭ എന്നുള്ളത് കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത
ഒരു മണവാട്ടിയായ ക്രിസ്തു എന്ന മണവാളിന് വേണ്ടി ഒരുക്കപ്പെടുന്ന സമൂഹമാണ് ക്രൈസ്തവ സഭ. മാലിന്യങ്ങളാൽ നിറഞ്ഞപ്പെട്ട ഒരു മണവാട്ടിയെ സ്വീകരിപ്പാനല്ല മണവാളിനെ കർത്താവ് വരുന്നത്. കാറയും ചുളക്കവും വാട്ടവും ഇല്ലാത്ത ഒരു നിർമ്മല കന്യകയെ വരവേൽക്കുവാനാണ്, എതിരേൽക്കുവാനാണ്, സ്വീകരിക്കാനാണ് മണവാളനായ കർത്താവ് വരുന്നത്. അതുകൊണ്ട് വാട്ടം, മാലിന്യം, കറ, ചുളക്കമുള്ള പാപസ്വഭാവം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ വേർപാടിൽ ജീവിതത്തെ സൂക്ഷിക്കുവാൻ ദൈവം സഹായിക്കുവാൻ. മാത്രമല്ല, സഭയുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം എന്നുള്ളത് സുവിശേഷീകരണം. സുവിശേഷീകരണം ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്നാൽ ഇന്ന് സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം നമ്മുടെ മേൽ കിടന്നിട്ടും യേശുവിന്റെ സാക്ഷികളാകുവാൻ ആരും ശ്രമിക്കുന്നില്ല. 2000 കൊല്ലത്തെ പഴക്കം പറയുന്നുണ്ട് ഭാരത ക്രൈസ്തവ സഭയ്ക്ക്. സുവിശേഷം അറിഞ്ഞതിൽ അഭിമാനിക്കുന്ന, അറിഞ്ഞതുകൊണ്ട് ക്രിസ്ത്യാനിയായി അഭിമാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു ചോദ്യം, 2000 വർഷം മുമ്പ് എത്തപ്പെട്ട സുവിശേഷം അതിന്റെ സാക്ഷിയാകുവാൻ നിനക്ക് എത്രമാത്രം കഴിഞ്ഞിട്ടുണ്ട്? ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ക്രിസ്തു ശിഷ്യരുടെ കണക്ക് വളരെ വർദ്ധിക്കുമായിരുന്നു. പക്ഷേ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലകൊള്ളാതെ, സാക്ഷ്യം വഹിക്കേണ്ടവർ സാക്ഷ്യം വഹിക്കാതെ ഉദാസീനതയിൽ മുന്നോട്ട് പോയതിന്റെ പേരിൽ ഇന്നും ന്യൂനപക്ഷമായി ക്രൈസ്തവ സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ക്രിസ്തു വിശ്വാസികളുടെ കണക്ക് ഇന്ന് വളരെ നിസ്സാരമാണ്. ക്രൈസ്തവരെന്ന് പറയുന്നവരുടെ പേര് ഒരു പക്ഷേ കുറച്ച് എണ്ണം കണ്ടേക്കാം. പക്ഷേ യഥാർത്ഥ ആദിമ സഭയുടെ ഉപദേശം നിലനിന്നുകൊണ്ട് ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്ന, കർത്താവിനെ ആത്മോത്സവത്തിലും ആരാധിക്കുന്ന, വിശുദ്ധിയിലും വേർപാടും ജീവിക്കുന്ന, കാറയും ചുളക്കവും വാട്ടവും ഇല്ലാത്ത ദൈവസഭ, ദൈവജനം എന്ന് പറയുന്നത് നിസ്സാരമേ ഒരു വർധനവും ആവശ്യമാണ്. അനിവാര്യം നാം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. നാം സുവിശേഷം അറിയിക്കുന്ന ആദിമസഭ സുവിശേഷം അറിയിച്ചതുകൊണ്ടാണ് ജനങ്ങൾ ദിനം പ്രതി രക്ഷിക്കപ്പെടുവാനിടയായിത്തീർന്നത്. ദിനം പ്രതിയുള്ള സുവിശേഷീകരണത്തിന്റെ ഫലമായി ആളുകൾ ദിനം പ്രതി രക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2:47, 5:42 നമുക്ക് ഈ ആശയം കാണാൻ കഴിയും. ഇന്ന് അതൊക്കെ നമ്മൾ അന്യപ്പെട്ടു പോയിരിക്കുക. സുവിശേഷീകരണം എന്നുള്ളത് ഒരു ഔട്ട് ഓഫ് ഫാഷനായി മാറിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് വളർച്ച ഉണ്ടാവുക? ഒരു കാര്യം നമ്മളിപ്പോഴും ഓർക്കണം, യേശുവിനെ ഈ തലമുറയിൽ ഏറ്റു പറയുന്നവനെ യേശുവും പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയും. യേശുവിനെ ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നവനെ പിതാവിന് മുമ്പിൽ യേശുവും ഏറ്റുപറയുകയില്ല. ലൂക്കോസ് 14:23, 24, 12:8 മുതൽ 10 വരെ, റോമർ 1:16, 1 കൊരിന്ത്യർ 9:16 മുതൽ 17 വരെ യേശുവിനെ ഏറ്റുപറയുന്ന ഉത്തമസാക്ഷിയായി, ഒരു നല്ല ക്രിസ്ത്യാനിയായി, ആദിമ സഭയുടെ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവിനെ സേവിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു ദിവസങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നിമിഷങ്ങളിൽ ക്രിസ്തീയ സഭ എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ചില കാര്യം ചിന്തിക്കാൻ ഞങ്ങളെ സഹായിച്ചു സഭയ്ക്കായി ചിന്തിക്കും. ഈ സന്ദേശം കേട്ട ഈ കുഞ്ഞുങ്ങളെ പരമേൽപ്പിക്കുകയാണ്. ഇവരെ അനുഗ്രഹിക്കുന്നതാകണമേ. യഥാർത്ഥമായ ക്രിസ്തു ശിഷ്യരായി ആദിമ സഭയുടെ ക്രൈസ്തവാനുഭവങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ഇവർ സഹായിക്കുന്നതാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ശിഷ്യരായി അങ്ങയുടെ ഉത്തമ സാക്ഷികളായി അവരുടെ ശരീരം കൊണ്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്രദവിക്കുള്ള ജീവിപ്പാൻ സഹായിക്കുന്നതാകണം. കഥ,
വാട്ടം ചുളുക്കമില്ലാത്ത സഭയെ ചേർപ്പാൻ കടന്നു വരുമ്പോൾ ഇവരും എടുക്കപ്പെടുന്നതിനെ കൂടുതലായി സഹായിക്കുമാറാകണം. എന്റെ പ്രവർത്തനങ്ങളിൽ തുടർന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിൽ തന്ന അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹ വിഷയമാക്കണമേ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിച്ച് നാൾക്കുനാൾ മേൽക്കുമേൽ ആത്മീയമായിട്ട് ഭൂമി ശക്തിപ്പെടുവാൻ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർണത്തിലേക്കാൾ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തുള്ള സമയം ഈ സന്ദേശം ശ്രമിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഇത് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇരട്ടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിന് പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ, അല്ല വചനം കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. എന്റെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ചിന്താ വിഷയത്തിന്റെ രണ്ടാം ഭാഗം ദൈവസഭ പാർട്ട് 2 എന്നുള്ള ഭാഗം കാണാൻ കഴിയും. നിങ്ങളെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ ശുശ്രൂഷയോടെ പ്രാർത്ഥിക്കുക. സന്ദേശം നിങ്ങൾക്ക് സഹായവും അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരെയും കൂടെ ഇത് കേൾക്കുവാനായിട്ട് ഉത്സാഹിപ്പിക്കുക. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.